ഒരു പണി തീരുമ്പോൾ അടുത്ത പണി തരും. അതായത് ഒരേ സമയം തന്നെ 2, 3, 4 പണികൾ നമ്മളെടുത്ത് ചെയ്യാൻ പറയാം. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഒക്കെ എന്താ പറയുക, താറുമാറാവുന്ന രീതിയിലുള്ള മൊമെൻറ്റ്സ് വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പണി ഇട്ടെറിഞ്ഞ് പോയാലോന്ന് വരെ തോന്നിയിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കണം. ഇന്ന് ശനിയാഴ്ചയായിട്ട് എനിക്ക് ആക്ച്വലി ഇന്ന് ശനിയാഴ്ചയായിട്ട് കൂടെ എനിക്ക് വർക്ക് ഉള്ളതാണ്. പക്ഷെ ഇന്ന് ഞാൻ പോയിട്ടില്ല. യൂഷ്വലി എനിക്ക് ശനി ഞായറൊന്നും വർക്ക് ചെയ്യുന്ന വലിയ താല്പര്യമില്ല. പക്ഷെ ഇവിടെ ഞാൻ ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 6 month കംപ്ലീറ്റ് ആയി. 7 month ആണ് ഇപ്പോൾ റണ്ണിങ്. 7ാമത്തെ മാസമാണ് ഞാനിപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഞാനിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കോർപ്പറേറ്റ് ലൈഫിലെ വർക്ക് ബാലൻസിനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് നമ്മുടെ പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫൊക്കെ നമ്മളെങ്ങനെ ഒരേപോലെ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഫ്രം മൈ പോയിൻ്റ് ഓഫ് വ്യൂ, മൈ പേഴ്സണൽ ഒപ്പീനിയൻ, അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പം വർക്കിന് കയറിയിട്ട് 6 മാസം കംപ്ലീറ്റായി. 6 മാസം കഴിഞ്ഞു. അപ്പം 7ാമത്തെ മാസമാണ്. സോ എങ്ങനെയുണ്ട്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ മുമ്പത്തെ വർക്ക് ലൈഫും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കഷ്ടപ്പാടാണ്. അതിപ്പോൾ നാട്ടിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ വരുമ്പോൾ ഞാൻ പൊതുവേ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, മുംബൈയാണ് സ്വപ്നങ്ങളുടെ നഗരമാണ്, എന്ത് ജോലിയും നിഷ്പ്രയാസം കിട്ടും, എത്ര പൈസ വേണേലും കിട്ടും. അതൊക്കെ ശരിയാണ്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആർക്ക് വേണമെങ്കിലും നല്ലൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ സുഖമുള്ള ജോലിയൊന്നുമല്ല അത്. ഇവിടെ എന്നല്ല, എവിടെയാണെങ്കിലും സുഖമുള്ളൊരു ജോലി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ എൻ്റെ ഒരു കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ഒരു ബേസ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തത്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് ലോഡാണ്. അതായത് ഞാൻ മുന്നേ ചെയ്ത കമ്പനിയിൽ ഒരു വിരലിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു 5, 6, 7, 8 സാമ്പിൾസൊക്കെ എനിക്ക് ചെക്ക് ചെയ്യാനാണെങ്കിൽ ഇവിടെ അത് ഡെയിലി വൈസ് 100ഉം ചില ദിവസങ്ങളിലൊക്കെ 112, 120 അങ്ങനെയാണ് ഡെയിലി സാമ്പിൾ എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അതും ഞാനൊരാൾ ടെസ്റ്റ് ചെയ്യണം. പല ഫുഡ് ഇൻഡസ്ട്രീസിലും ചിലപ്പം 1, 2 ആൾക്കാരെങ്കിലും ഉണ്ടാകും ഈ സാമ്പിളൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് ഞാനൊരാൾ തന്നെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടും മേക്ക് ചെയ്യണം. സോ എനിക്ക് വന്നിട്ട് ഇതുവരെ എൻ്റെ വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മുന്നേ ഞാൻ 2017 ബാച്ച് ഔട്ട് ആയത്. സോ ഞാൻ ആദ്യമായിട്ട് വർക്കിന് കയറിയ ആ ഒരു ഇയറിൽ എൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഞാൻ പഠിച്ചതായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ജോലിയായിരുന്നു ആ വർഷം. അതായത് പഠിച്ചിറങ്ങിയിട്ടുള്ള ആ ഒരു വർഷം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കമ്പനിയിൽ, മലപ്പുറത്തൊരു കമ്പനിയിൽ. സോ ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയോ മെൻ്റൽ ഹെൽത്ത് എന്താണെന്നോ അതിനെപ്പറ്റി ഒന്നും അവെയർഡ് അല്ല. കാര്യം എനിക്ക് ഫോണ് തന്നെ കിട്ടുന്നത് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടി. പക്ഷേ ഞാൻ ഇതിനെപ്പറ്റി ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും കാണാറില്ലായിരുന്നു. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. സോ എല്ലാ ആൾക്കാരും എന്നോട് പറഞ്ഞിരുന്നൊരു കാര്യം അതായിരുന്നു, 1 year എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാണെങ്കിലും പിടിച്ചു നിൽക്കണമെന്ന്. സോ ഞാനങ്ങനെ 1 year വരെ കഷ്ടപ്പെട്ട് പിടിച്ചു നിന്നു. എൻ്റെ ആദ്യത്തെ കമ്പനിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് 2 വർഷം അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഈ പറയുന്ന പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നല്ല രീതിയിൽ സ്ട്രെസ്സുള്ള ജോലിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധമില്ലാത്തൊരു പണിയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇവിടെ വരുമ്പോഴാണേലും പഠിച്ചതായിട്ട് ബന്ധമുള്ള ജോലിയൊക്കെ തന്നെയാണ്. പക്ഷേ അത്രയധികം വർക്ക് ലോഡ് വരികയാണ് ഡെയിലി വൈസിൽ. നമുക്കത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ പെൻഡിങ് വെക്കുന്ന സമയത്ത് നമ്മൾ 6 മാസം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കുമല്ലോ. ഏത് കമ്പനിയിലും നമ്മൾ കയറിയാലും 6 month പ്രൊബേഷൻ പീരീഡാണ്. സോ നമ്മളെങ്ങനെയെങ്കിലും അവിടുത്തെ മാനേജറിൻ്റെ MDൻ്റെയൊക്കെ എന്താ പറയുക ഫസ്റ്റ് ഇംപ്രഷൻ പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം കടഞ്ഞ് പരിശ്രമിക്കുന്നു. ലീവൊന്നും എടുക്കാണ്ടിരിക്കുന്നു. അവർ പറയുന്ന എല്ലാ ജോലിയും ചെയ്യുന്നു. കാര്യം നമുക്ക് അവിടെ നിൽക്കണമല്ലോ. നമ്മുടെ ജോലി പെർമനൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ എഫേർട്ട് നമ്മൾ ഇടുന്നു. അപ്പം നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നോക്കുന്നില്ല. ഫസ്റ്റ് നമ്മൾ എന്തായാലും ആ ജോലി പഠിക്കുമ്പം നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഒന്നും നോക്കില്ല. കാര്യം ആ ഒരു ഫേസ് നമ്മൾ പഠിച്ചെടുക്കുന്ന ആ ഒരു ടൈം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലിക്ക് കയറി 2 ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പോൾ ഞാൻ പോകുന്നില്ല, എനിക്ക് വയ്യ, കാര്യം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ
പോയില്ല, 2 ഡേയ്സ് ഞാൻ പോയില്ല. എന്നിട്ട് അങ്ങനെ അവൻ പറഞ്ഞു, ഇങ്ങനെ നീ നിൽക്കുവാണെങ്കിൽ നിനക്ക് എവിടെയും ജോലി കിട്ടാൻ പോകുന്നില്ല. മുംബൈ ആയതുകൊണ്ട് ജോലി കിട്ടാൻ പ്രയാസം ഉണ്ടാവില്ല, പക്ഷെ എവിടെ പോയാലും ബുദ്ധിമുട്ടുണ്ടാകും. ജോലീൻ്റെ ഒരു ബുദ്ധിമുട്ട് എവിടെ പോയാലും നിനക്ക് ഉണ്ടാകും. സോ നിൽക്കണോ വേണ്ടോ എന്നുള്ളത് നിൻ്റെ ഇഷ്ടമാണ്, പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് എവിടെ പോയാലും ഏത് കമ്പനിയിൽ നീ കയറിയാലും ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സോടെ ഞാൻ 3-ാമത്തെ ദിവസം ഈ കമ്പനിയിൽ, അതായത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ കയറി. അങ്ങനെ കയറി കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് 6 മാസം കഴിഞ്ഞു എന്ന് തന്നെ വേണേൽ പറയാം. എന്താ വെച്ചാൽ ഞാൻ പിന്നെ ജോലി പഠിച്ചെടുത്തു. പക്ഷെ ജോലി പഠിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഞാൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നപ്പോൾ എനിക്ക് കൂടുതൽ പണി തരാൻ തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറിയിട്ട് നിങ്ങൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവർ പറയും, ഓ ഹീ ഓർ ഷീസ് വർക്കിംഗ് വെരി ഗുഡ്, വർക്കിംഗ് വെരി ഹാർഡ്. അപ്പോൾ നമുക്ക് പിന്നെ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് അവർ തരിക ചെയ്യുക. അല്ലാണ്ട് ഓ അവൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുള്ളൂ, എന്നാൽ പിന്നെ അവൾക്ക് അത്രയും പണി കൊടുക്കണ്ട, അവൾ കുറച്ച് റെസ്റ്റ് ചെയ്തോട്ടെ എന്ന് ഒരു കമ്പനിയും ചിന്തിക്കില്ല. ഓർഗനൈസേഷന് വേണ്ടത് പ്രോഫിറ്റാണ്. അവർ അവിടുത്തെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ മേലിൽ നമുക്ക് നമ്മുടെ ലിമിറ്റിനും അതീതമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ നമുക്ക് തരും. സോ നിങ്ങൾ ആരുടെങ്കിലും നിങ്ങളുടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു കോംപ്ലിമെൻ്റ് ആക്കി എടുക്കുക, അതൊരു ട്രാപ്പാക്കി എടുക്കുക. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ കൂടുതൽ പണി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ പണി കിട്ടും. സോ അത് ഞാൻ പഠിച്ചത് ഇവിടെ നിന്നാണ്. നമുക്ക് അതിനുള്ള വേജും കിട്ടുന്നില്ല. ഞാൻ ചെയ്യുന്ന പണിക്കനുസരിച്ചുള്ളൊരു വേജ് കുറവാണ് ഇവിടെ ആക്ച്വലി. നാട്ടിൽ ഞാൻ ചെയ്ത പണിക്കനുസരിച്ചുള്ള പൈസയാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കാര്യം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗിന് എൻ്റെതിനെക്കാട്ടും കുറച്ചുകൂടെ ജോലി കുറവാകുമ്പം അവർക്ക് കൂടുതൽ പൈസ, എനിക്ക് കുറഞ്ഞ പൈസയും. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും ഓൺലി ബിക്കോസ് ഓഫ് ഐ എം ഗേൾ, ഐ എം എ വിമൻ. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചോദിച്ചിട്ടുമുണ്ട്. പിന്നെ PF ESI പോലുള്ള കാര്യങ്ങൾ 6 മന്തിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഇവർ പറയുന്നു ഈ കമ്പനിയിൽ. ഇതൊരു സ്മോൾ സ്കെയിൽ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഏത് കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് PF ESI ഒക്കെ വളരെ മാൻഡേറ്ററി ആണ്. അപ്പോൾ നിങ്ങളത് ചോദിച്ച് എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കണം. എനിക്കത് ഈ ടൈം വരെ കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് ബിക്കോസ് ഓഫ് മൈ മിസ്റ്റേക്ക്, എൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ബേസിക് റൈറ്റ് ആണ്, നിങ്ങൾക്കത് കിട്ടിയേ മതി. അവന് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കയറരുത്, ജോലിക്ക് കയറരുത്. ഞാൻ ജോലിക്ക് വരില്ല എന്ന് തന്നെ വേണേൽ പറയണം. ഓഫർ ലെറ്റർ, അപ്പോയിൻമെൻറ്റ് ലെറ്റർ, ഇൻക്രിമെൻറ്റ് ലെറ്റർ, ESI PF എന്നൊക്കെ പറയുന്നത് എംപ്ലോയ്മെൻറ്റ്സിൻ്റെ റൈറ്റ്സ് ആണ്. അത് നിങ്ങൾക്ക് വേണ്ട മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ ജോലിക്ക് കയറിയ സമയത്ത് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇൻഫാക്ട് ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നതിന് യാതൊരു പ്രൂഫും ഇല്ല. അവർക്ക് ഏത് നിമിഷം വേണമെങ്കിലും എന്നെ പിരിച്ചുവിടാൻ പറ്റും. കാര്യം ദർ ഇസ് നോ പ്രൂഫ് ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ് എന്നതിന് യാതൊരു പ്രൂഫും ഇല്ല. ജസ്റ്റ് എല്ലാ മാസവും എനിക്ക് ആ കമ്പനീൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് പൈസ ക്രെഡിറ്റ് ആവുന്നുണ്ട്. പക്ഷെ അതും നമുക്ക് ആരെങ്കിലും ചോദിക്കുകയാണ്, അത് വേണമെങ്കിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അക്കൗണ്ട് വഴി ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് എനി വേർഡ്സ് ടു സേ. അത് മാത്രമല്ല, ഞാൻ വേറൊരു സ്ഥലത്ത് വേറൊരു കമ്പനിയിലെ ജോലി അപ്ലൈ ചെയ്യുമ്പം അവർ ചോദിക്കും പ്രീവിയസ് കമ്പനിയിൽ എത്രയാണ് പൈസ കിട്ടിയത് എന്നുള്ളത്. സോ എൻ്റെ കയ്യിൽ പ്രൂഫൊന്നുമില്ല കാണിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 20-25 പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ പ്രൂഫില്ല. ഞാൻ കഴിഞ്ഞ കമ്പനിയിൽ എനിക്ക് 20 കിട്ടിയെന്ന് അവർ പ്രൂഫ് ചോദിക്കുമ്പോൾ എടുത്ത് കാണിക്കാൻ എൻ്റെ കയ്യിൽ പ്രൂഫില്ല. സോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. അതുകൊണ്ട് ഭാവിയിൽ വേറൊരാൾക്ക് അത് പറ്റാതിരിക്കട്ടെ എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. കഴിയുന്ന മാക്സിമം നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ജോലിക്ക് കയറി, ഇല്ലെങ്കിൽ കയറണ്ട. ആദ്യത്തെ 1-ാമത്തെ 2-ാമത്തെ ദിവസം ജോലിക്ക് പോവാം. മാക്സിമം നിങ്ങളിതൊക്കെ കിട്ടിയിട്ട് ജോലിക്ക് കയറാൻ നോക്കുക. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ പറയാം, കിട്ടിയാലേ ജോലിക്ക് വരുള്ളൂ എന്ന് പറയാം. അതാണ് നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയില്ലെങ്കിൽ വേറെ ആരും വന്ന് നമുക്ക് വേണ്ടി സംസാരിക്കില്ല, ആരും വേണ്ടി നമുക്ക് വന്ന് ചോദിക്കാനും പോകുന്നില്ല. നമ്മൾ തന്നെ ചോദിക്കണം. അപ്പോൾ നമ്മൾ പേടിച്ച് എൻ്റെ ജോലി പോവോ, എന്നെ ഒരു ടെർമിനേറ്റ് ചെയ്യുമെന്നൊക്കെ നമ്മൾ പേടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, പിന്നെ അവർ പറയുന്നതനുസരിച്ച് നമ്മൾ ആ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അവരത് ഡിലേ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ശരിക്കും സംഭവിക്കാൻ പോകുക. എൻ്റെ കേസിൽ അങ്ങനെയാണ് കേട്ടോ നടന്നത്. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റരുത് എന്നുള്ളൊരിത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ അങ്ങനെ ഞാൻ അവിടെ 6 മാസം വർക്ക് ചെയ്തു. ഈ ഒരു 6 മാസം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ഈ കമ്പനിയിൽ നിൽക്കുന്നത്. എൻ്റെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ നല്ല രീതിയിൽ എന്താ പറയുക, പക്ക ഡൗൺ ആയിട്ടുണ്ടെന്ന് തന്നെ വേണേൽ പറയാം. എനിക്ക് ഡിപ്രഷൻ വരെ വരാനുള്ളതിൻ്റെ മെയിൻ റീസൺ ചിലപ്പോൾ ഇവിടുത്തെ അത്രയ്ക്ക് സ്ട്രെസ്ഫുൾ ആയതുകൊണ്ടായിരിക്കാം. കാരണം ഞാൻ നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ എന്നിട്ട് പോലും ഞാൻ തടിക്കുന്നില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റീസൺ വർക്ക് കൊണ്ടാണ്. കാര്യം അത്രയ്ക്ക് സ്ട്രെസ്സാണ്. വർക്ക് ലോഡ് കൂടുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് സ്ട്രെസ് ഉണ്ട്, നമുക്ക് റെസ്പോൺസിബിലിറ്റീൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. സോ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തൊക്കെ ഭയങ്കര ബാഡ് ആവുകയാണ്. ആൻഡ് മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ. കാര്യം നമുക്ക് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും അർച്ചന ഇത് ചെയ്യൂ, ഇത് ചെയ്ത് ശരിയായില്ല, അത് പിന്നെ നിനക്ക് ഇത്രയും
മുന്നേ വർക്ക് ചെയ്തിട്ടും നീ ഇത്രയും സഫീഷ്യൻ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഓക്കെ നമുക്കിതൊക്കെ പഠിച്ചെടുക്കാൻ ഒരു ടൈം വേണ്ട. വി ആർ നോട്ട് എ മെഷീൻ. ഞാൻ അവരോടൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ റോബോട്ടല്ല, എനിക്ക് കുറച്ച് ടൈം തരൂ ചെയ്യാനായിട്ട്, ഞാൻ ചെയ്ത് തീർക്കാമെന്ന് ഞാൻ അവരോട് എപ്പോഴും പറയുന്ന കാര്യമാണ്. അവർക്കൊക്കെ പറയുന്ന ടൈമിൽ തന്നെ കറക്റ്റ് കിട്ടണം. സോ അങ്ങനെ എൻ്റെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കര മിസറബിളായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഞാൻ ആലോചിക്കുന്നത് ഇന്ന് ജോലി നിർത്താം. എനിക്ക് വയ്യ. ഇതന്നെ ഞാൻ എപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുമെന്ന് അറിയില്ല. പിന്നെ ഞാൻ എന്താ പറയുക, ഇപ്പം നമ്മൾ ജോലി നിർത്തിക്കഴിഞ്ഞ് സുഖമാണ്, ജോലി നിർത്താൻ വളരെ എളുപ്പമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം മതി ജോലി നിർത്താം. പക്ഷേ വേറൊരു ജോലി കിട്ടാൻ, അല്ല ആ ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഈ മുംബൈ എന്ന് പറയുന്ന സിറ്റിയിലല്ല, എവിടെ പോയാലും അങ്ങനെയാണ്. നമുക്ക് ജോലി നിർത്താനായിട്ട് നമുക്ക് 100 റീസൺസ് ഉണ്ടാകും നമ്മുടെ ഉള്ളിൽ മനസ്സിലൊക്കെ ആയിട്ട്. പക്ഷേ ഒരു ജോലി കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ജോലി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം അതാണ്. ഞാനിപ്പം ആക്ച്വലി എനിക്കിപ്പോൾ ഇവിടെ ലീവില്ല, എൻ്റെ കമ്പനിയിൽ ലീവില്ല. അതുകൊണ്ട് തന്നെ അവർ സാലറി സ്ലിപ്പും പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, നെക്സ്റ്റ് ഒരു കമ്പനിയിൽ എനിക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ സാലറി സ്ലിപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് എൻ്റെ പ്രൊഫഷണൽ ഗ്രോത്തിനെയാണ് അവിടെ ബാധിക്കുക. സോ ലീവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ലീവ് എടുക്കും. കാര്യം എനിക്കിപ്പോൾ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ ലീവ് എടുക്കും. അവർ ടർമിനേറ്റ് ചെയ്തോട്ട് ഐ ഡോണ്ട് കെയർ എന്നുള്ള മെൻറ്റാലിറ്റി തന്നെ ഞാൻ ലീവ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ടൈം വരെ അവരെന്നെ ടർമിനേറ്റ് ചെയ്തിട്ടില്ല, ഇനി ടർമിനേറ്റ് ചെയ്യുമോ അറിയില്ല. ഈ ഒരു കമ്പനിയിൽ ഞാൻ നിൽക്കുന്ന കമ്പനിയിൽ നിന്ന് അടിക്കടി സ്റ്റാഫ്സൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. കാരണം ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, ബെറ്റർ സാലറി പാക്കേജ് ആൻഡ് ബെറ്റർ ജോബൊക്കെ കിട്ടിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ജോലീൻ്റെ ഭാരം, അതായത് സ്ട്രെസ്സ് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് പകുതി വഴിക്ക് ഇട്ടെറിഞ്ഞേച്ച് പോകുന്ന ആൾക്കാരുണ്ട്. സോ ഇങ്ങനെയുള്ളൊരു കമ്പനിയിൽ ഞാൻ 6 മാസം സർവൈവ് ചെയ്തു എന്ന് കേൾക്കുമ്പം ഐ ഫീൽ വെരി പ്രൗഡ്. എന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കുമെന്ന് വിചാരിച്ച കാര്യമായിരുന്നില്ല. കാര്യം ഒന്നാമത്തെ കാര്യം ഭാഷേൻ്റെ പ്രശ്നം. നമുക്ക് എന്തെങ്കിലും കാര്യം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഈ ടൈം വരെ ഹിന്ദി ഞാൻ ഭയങ്കര ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. ഞാൻ എന്താ പറയുക, ഇങ്ങനെ ഓരോരോ ഫുള്ളി നമുക്കിപ്പോൾ ഞാനിപ്പോൾ മലയാളം സംസാരിക്കുന്ന പോലെ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഹിന്ദി സംസാരിക്കുന്നുണ്ട്, ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ഞാൻ ഓരോ ആംഗ്യം കാണിച്ചിട്ടും സംസാരിക്കും. ഞാനൊരു 60% ഓക്കെയാണ് ഹിന്ദി സംസാരിക്കാനായിട്ട്. പക്ഷെ പല വേർഡ്സും എനിക്ക് മേക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഗ്രാമർ വൈസ് ഒക്കെ നോക്കുമ്പം ഭയങ്കര അബദ്ധമായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ചില വേർഡ്സ് ഒന്നും വരില്ല. നമ്മൾ മലയാളം സംസാരിക്കുന്ന ആ ഒരു ഫ്ലുവൻലിയിലൂടെ നമുക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റില്ലല്ലോ. സോ മെയിനായിട്ട് ലാംഗ്വേജിൻ്റെ പ്രശ്നം. പിന്നെ ഈ വർക്കിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ എത്ര ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ നമുക്ക് വേറെ വർക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. നമ്മൾ സാലറി കൂട്ടി ചോദിക്കുന്ന സമയത്ത് നീ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള സാലറി നിനക്ക് തരുന്നുള്ളൂ എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ലല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനൊന്നും യാതൊരു വിലയും തരാത്ത രീതിയിലാണ് അവരുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടാവുക. എൻ്റെ കൂടെ വർക്ക് ചെയ്ത കൊളീഗ്സിൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ. എൻ്റെ ലാബിലുള്ള ഒരു ഹെഡുണ്ട്, സീനിയർ ക്വാളിറ്റി ഹെഡുണ്ട്. ആളും ഇതുപോലെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ടോക്സിക് മെൻറ്റാലിറ്റിയുള്ള ഒരാളായിരുന്നു. അതായത് അയാൾ എൻ്റെ അടുത്ത് പറയായിരുന്നു, നിനക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ, നിനക്ക് നിൻ്റെ വർക്ക്, നിൻ്റെ ലാബിൽ ഇരുന്നിട്ടുള്ള വർക്ക് മാത്രം നീ ചെയ്താൽ മതി, പുറത്ത് എന്താ നടക്കുന്നതെന്ന് അറിയണ്ടല്ലോ എന്ന്. ശരിക്കും എനിക്ക് പുറത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ ചെന്ന് നോക്കാനായിട്ടുള്ള ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്, അത് അയാൾ മനസ്സിലാക്കുന്നില്ല. എപ്പോഴും അയാൾ എന്നെ കളിയാക്കുന്ന രീതിയിൽ, ജഡ്ജ് ചെയ്യുന്ന രീതിയിലുള്ള ഓരോ വർത്തമാനങ്ങളും കാര്യങ്ങളും പറയായിരുന്നു. എൻ്റെ നേരെ വോയിസ് റേസ് ചെയ്ത് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം സൈകെട്ട് ഞാനും തിരിച്ച് അങ്ങോട്ട് അയാളടുത്ത് പറഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ അയാൾ കറക്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കും. അപ്പം ഫുഡ് കഴിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. സോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ ടോളറേറ്റ് ചെയ്യും. നമുക്ക് അവിടെ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണം എന്നുള്ളൊരു ഫാക്ടർ കൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഇതൊക്കെ ടോളറേറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തൊക്കെ ഭയങ്കരമായിട്ട് പോവുകയാണ്, കയ്യിൽ നിന്ന് പോവുകയാണ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ റിസൈൻ ചെയ്തിട്ട് ഇറങ്ങിക്കോളുക. പലർക്കും ഈ ഒരു ഫാക്ടർ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രാരാബ്ദം ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. നമുക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ട് നമ്മൾ ആ ഒരു കിട്ടുന്ന ജോലീൻ്റെ പേയ്മെൻറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം ലോൺ എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ലോൺ അടയ്ക്കുന്നത്, ഇപ്പം നല്ല ഫുഡോ കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫുഡ് കഴിക്കാനുള്ളൊരു പൈസ ഒരു നിശ്ചിത തുക ഇതിന്ന് മാറ്റി വയ്ക്കുന്നുണ്ടാവും. പിന്നെ ചിട്ടി, വട്ടി, പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഡ്രസ്സ് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പൈസ, ഫുഡിനുള്ള പൈസ, വീട്ടിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്, ഇൻ കേസ് നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട, അങ്ങനെ നമുക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങൾ ഉണ്ടാകും. അപ്പം നമുക്ക് ഉള്ള ഒരു ജോലിക്ക് പോയിട്ട് അതിൻ്റെ ഒരു പൈസ നമ്മൾ കണ്ടുവച്ചിട്ടായിരിക്കും നമ്മുടെ ലൈഫ് നമ്മൾ
മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. സോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ ജോലി നിർത്തുമ്പോൾ നിങ്ങളുടെ പൈസ നിൽക്കും, അത് നിങ്ങളുടെ ലൈഫിനെ ഭയങ്കര മോശമായിട്ട് ബാധിക്കും. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പല ആൾക്കാർക്കും അത് പറ്റുന്നും ഉണ്ടാവില്ല. പിന്നെ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള റിജക്ഷൻസോ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റുകളോ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം. നല്ലൊരു ജോലിയല്ലേ, നീ ഇപ്പോഴേ അത് ഇട്ടെറിഞ്ഞിച്ച് പോകണം, എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കുക, നിനക്ക് പറ്റും എന്നൊക്കെ വീട്ടിൽ നിന്ന് ചില ആൾക്കാർ പറയുന്നുണ്ടാവും. ചില പാരൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും, മോളെ അല്ലെങ്കിൽ മോനെ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ നിർത്തിക്കോ എന്ന് പറയും. പക്ഷെ അങ്ങനെ പറയുന്ന എത്ര പാരൻസ് ഉണ്ട്, നമുക്ക് പറ്റുന്നില്ല, നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് നമ്മളെ മോശമായിട്ട് ബാധിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എത്ര പാരൻസ് പറയുന്ന ആൾക്കാർ കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഭൂരിഭാഗവും നിങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കുക, നിന്നെക്കൊണ്ട് പറ്റും, ഇതൊക്കെ ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ചെറുപ്പത്തിൽ എന്നൊക്കെ പറയുന്നതായിരിക്കും ഒട്ടുമിക്ക പാരൻസും. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ നിൽക്കുന്ന ആ ജോലിയിൽ തന്നെ നിങ്ങൾ വേറെ ജോലിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണ് അതിനനുസരിച്ചുള്ള ഒരു ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എപ്പം ആ ജോലി എവിടെ നിന്ന് കിട്ടുന്നു, ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ കിട്ടി, ഇപ്പോൾ കറൻറ്റ്ലി ഉള്ള ജോലി നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് ആ ജോലിയിലേക്ക് കയറാം. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് വേറെ ജോലി നോക്കണം എന്നാണ് താല്പര്യമെങ്കിൽ അങ്ങനെ. സോ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക, നമുക്ക് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് എന്താണ് കംഫർട്ടബിൾ എന്ന് തോന്നുന്നതനുസരിച്ച് ചെയ്യേണ്ടതാണ്. നമുക്കൊരിക്കലും കംഫർട്ടിൽ തന്നെ നിന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ എൻ്റെ കംഫർട്ടിൽ മാത്രം ഒതുങ്ങി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. കാര്യം വർക്ക് ലൈഫിൽ പറയുകയാണെങ്കിൽ, പ്രൊഫഷണൽ ലൈഫിൽ പറയുകയാണെങ്കിൽ എൻ്റെ കംഫർട്ട് വെച്ച് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കൊരു വർക്ക് ലൈഫിൽ ഇങ്ങനെയുള്ളൊരു കയറ്റില്ലായിരുന്നു, എപ്പോഴും ഇങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും ജീവിതം എന്താണെന്ന് പഠിച്ചതും കഷ്ടപ്പാട് എന്താണെന്ന് പഠിച്ചതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ്, മുംബൈയിൽ വന്നതിന് ശേഷമാണ്. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം അതാണ്. വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ജോലിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യരുത്, നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ മെൻ്റൽ ഹെൽത്തും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലി ചെയ്യാൻ നിൽക്കുക. അതായത് നിങ്ങൾ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരോട് സംസാരിക്കാതെയും നിങ്ങൾ വർക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ നല്ല സമയവും നിങ്ങളുടെ എനർജിയാണ്. സോ നിങ്ങൾ അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊരു ഡിസിഷൻ എടുക്കുക. അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക. ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ജോലിയിൽ നിൽക്കരുത്. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ജോലി വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. ഒരുപാടൊന്നും കൊടുത്തില്ലെങ്കിൽ കുറച്ചെങ്കിലും കൊടുക്കുക. നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള, നമുക്ക് സർവൈവ് ചെയ്യാൻ പാകത്തിനുള്ള മെൻ്റൽ ഹെൽത്തും അതുപോലെ ഫിസിക്കൽ ഹെൽത്തും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക നമുക്ക് തന്നെ വേണ്ടിയിട്ട്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ തോട്ട്സ് എന്ത് തന്നെയാണേലും അത് തന്നെ അറിയിക്കുക. Bye, take care.